വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവസാന ശ്രമം എന്നോണം ചിഞ്ചുവിനെ കാണാൻ കോളേജ് കവാടത്തിനരികെ കാത്തിരിക്കുകയായിരുന്നു വസു. അവൾക്കിപ്പോൾ എക്സാം ആണെന്ന് ചിഞ്ചു പറഞ്ഞ് ഓർമ്മയിലുണ്ടായിരുന്നു അവന്. എക്സാം എഴുതാൻ എന്തായാലും അവൾ വന്നു കാണുന്നൊരു ഉറപ്പിലാണ് ഇപ്പോൾ ഈ വന്നത്. 4 മണിയോടെ സ്റ്റുഡൻസ് തിക്കിയും തിരക്കിയും കോളേജ് ഗേറ്റ് കടന്നുകൊണ്ടിരുന്നു. ഏറെ നേരം നോക്കി നിന്നിട്ടും ആ കൂട്ടത്തിൽ നിന്നും ചിഞ്ചുവിനെ കണ്ടെത്താൻ കഴിയാതെ വസു നിരാശയോടെ മടങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തോ കണ്ണിലുടക്കിയതുപോലെ അവന്റെ മുഖമൊന്ന് തെളിഞ്ഞു. ഒറ്റയ്ക്കുള്ളൂ? അരികിലെത്തിയ ജ്യോതിയോട് വസു മന്ദാസത്തോടെ തിരക്കി. രാവിലെ അഖിലേട്ടം കൊണ്ട് വിട്ടു, ഇപ്പൊ കൂട്ടാൻ വരും. ചിഞ്ചുവും ശ്രുതിയൊക്കെ? വസു അന്വേഷിച്ചു. ശ്രുതിക്കുന്നില്ല, ചിഞ്ചു നാട്ടിലേക്ക് പോയെന്ന് ശ്രുതി പറഞ്ഞു. എക്സാം എഴുതാൻ വരുന്നാണ് ഞാൻ കരുതിയത്, വന്നില്ല. എന്തു പറ്റിയാവോ? ഞാൻ എൻ്റെ കല്യാണ ദിവസം കണ്ടതാ അവളെ. അന്നാണെങ്കിൽ അവള് വേഗം പോവുകയും ചെയ്തിരുന്നു. ഇപ്പൊ വിളിച്ചാൽ കിട്ടുന്നുമില്ല. അല്ല, വസു ചേട്ടൻ എന്താ ഇവിടെ? സണ്ണി ചേട്ടനും ഷാനി ചേട്ടനുണ്ടോ? ഇല്ല, ഒറ്റക്ക. ഞാൻ ചിഞ്ചുവിനെ കാണാൻ വന്നാ. ഞാനവളെ നിന്റെ കല്യാണ ദിവസത്തിന് ശേഷം കണ്ടിട്ടില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ മാത്രം അവൾക്ക് എന്താ പറ്റിയത്? ഇന്നവളെ കാണാൻ പറ്റുന്ന ഉറപ്പില്ല ഞാൻ വന്ന്. ചന്ദനയുടെ വീട് പൂട്ടിക്കിടക്കുക. അവരെവിടെ പോയതിനെ കുറിച്ച് ചിഞ്ചുവിനെ അറിയാതിരിക്കില്ലല്ലോ. ചന്തുവിന്റെ വിവാഹമല്ലേ, അവർ പാലക്കാട്ടേക്ക് പോയി. അവരുടെ ഫാമിലിക്ക് പങ്കെടുക്കാൻ എളുപ്പം സൗകര്യം അവിടെയാണെന്ന് ആ ശ്രുതി പറഞ്ഞു. പയ്യന്റെ വീട് അവിടെ തന്നെയാണല്ലോ. ചന്തുവിന് എക്സാം എഴുതാതിരിക്കാൻ അങ്ങനെ ഒരു കാരണമെങ്കിലുണ്ട്. ചിഞ്ചുവിന് എന്ത് പറ്റിയെന്ന് അറിയാത്ത വസിയേട്ടൻ ചന്ദന്റെ വീട്ടിൽ പോയത് അവിടെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ശ്രുതി പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. എന്ത് ചെയ്യുക, ഇപ്പൊ യുവാ എടുത്തില്ലേ, ഒരാഴ്ചയെ മറ്റേ ഉള്ളൂ. പാവം ചന്തു, ആൾക്കൊരിക്കലും അച്ഛനെ എതിർക്കാൻ കഴിയില്ല. കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോ ധാരണകളോ ഇല്ലെന്നാലും ജ്യോതി തന്റെ വിഷമം പ്രകടിപ്പിച്ചു. വസു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ചന്ദനെ എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്നൊരു തോന്നൽ അവനെ ശക്തമായി പിടികൂടി. ഇങ്ങനെ അവസാനിക്കാനാണെങ്കിൽ കണ്ടുമുട്ടിയത് എന്തിനായിരിക്കണം? തപിക്കുന്ന ഹൃദയത്തെ അവൻ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തി. അഗേട്ടനാ കാണാനായിട്ട് വിളിക്കുന്ന, പോട്ടെ. യാത്ര പറഞ്ഞ് ജ്യോതി നീങ്ങിയിട്ടും വസു കുറച്ചു നേരം നിൽപ്പു തുടർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചന്ദനെ കാണാൻ വന്നിരുന്ന ആ വൈകുന്നേരങ്ങളെ ഓർത്തു അവൻ. മൗനമായി, ഏറെ ശാന്തമായി, പ്രണയത്തോടെ തനിക്കരികിലിരിക്കുന്ന ചന്ദനെ അവൻ ഇപ്പോഴെന്ന പോൽ കൺമുമ്പിൽ കണ്ടു. അലിവൂറുന്ന മിഴികൾ, പുഞ്ചിരി തങ്ങി നിൽക്കുന്ന ചുണ്ടുകൾ. വസുവിന് കണ്ണുനീറൂറി കാഴ്ച മറഞ്ഞു പോകുമെന്ന് തോന്നി. നീ എവിടെ പോയിരുന്നു? തലവേദനയാണെന്ന് പറഞ്ഞല്ലേ ഓഫീസിൽ നിന്ന് ഉച്ചക്ക് വന്ന്. എന്നിട്ട് എവിടെ പോയതാ? രാധികയുടെ ചോദ്യം കേട്ട് സ്റ്റെയർ ഏറിയായിരുന്ന വസു തിരിഞ്ഞു നോക്കി. അതമ്മാ. ഏത്? നീ ഇന്നും ചന്ദനയുടെ വീട്ടിൽ പോയോ? രാധിക ദേഷ്യപ്പെട്ടു. ഇല്ല, ഞാൻ അവിടെ കോളേജിൽ പോയതാ ചിഞ്ചുവിനെ കാണാൻ. എന്നിട്ട് കണ്ടോ? അവൾ എന്തു പറഞ്ഞു? അവരെവിടെ പോയതാന്നറിഞ്ഞോ? രാധിക തിരക്കി. ഇല്ല, അവർക്കിപ്പോൾ എക്സാമാ. അവൾ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്തില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. ചന്ദനയും വീട്ടുകാരും പാലക്കാട്ടേക്ക് പോയി. അവിടുന്നാണ് വിവാഹം. ആഹാ, നന്നായി. ചേച്ചി അനിയത്തി രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാപ്പോ. ചന്ദ്രൻ നിന്നെ ചതിച്ചിട്ട് പോയെന്ന് പറയാൻ ചിഞ്ചുവിന് പറ്റുന്നില്ലായിരിക്കും. നാണക്കേടല്ലേ, അതുകൊണ്ടാ അവളീ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. എന്നാൽ അവർക്ക് ഉള്ള പോലെ അങ്ങ് പറഞ്ഞൂടെ? ബാക്കിയുള്ളവർ വെറുതെ വിഡ്ഢികളാക്കണോ? ഇങ്ങനെയുണ്ടോ പെൺപിള്ളേര്? ഒരെണ്ണത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാല. ഇപ്പൊ എല്ലാവരും അറിയുന്ന വീട്ടിലെ പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കുന്നത് വെറുതെ ഒന്നല്ല. ഒന്നുമില്ലെങ്കിലും സ്വഭാവ രീതികൾക്ക് ഏത് തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞിരിക്കല്ലോ. അമ്മ പറഞ്ഞു ഇത് എങ്ങോട്ടേക്ക് പോകുന്നു? വസുവിന് തലവേദന ശക്തമായിരുന്നു. എങ്ങോട്ടും പോകുന്നൊന്നല്ല, സാന്ദ്രയുടെ കാര്യം ഞാൻ ഉറപ്പിച്ചു. ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ അതോർത്തും പറഞ്ഞൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ജീവിതം അങ്ങനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് വേറെ കല്യാണം കഴിക്കാമെങ്കിൽ നിനക്കും ആവാം. അതിൽ നീ ഒരു സങ്കടവും വിചാരിക്കണ്ട. വിവാഹം കഴിയുന്നതോടെ എല്ലാം ശരിയായിക്കോളും. സാന്ദ്രയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നീ ചന്ദനയെ മറന്നോളും. നിന്നെ വേണ്ടാത്തവളെ അന്വേഷിച്ച് നടക്കുന്ന നേരം കൊണ്ട് നീ ഈ കാര്യം നന്നായിട്ടൊന്ന് ആലോചിക്കുക. നാളെയോ മറ്റന്നാളായിട്ട് അവിടെ വരെ ഒന്ന് പോയി വരണം. നിന്നോട് സണ്ണി ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ ഇതുവരെ. എത്ര നല്ല മനസ്സാവൻ്റേത്. സാന്ദ്ര സ്വന്തം സഹോദരിയായിട്ട് പോലും അവൾക്ക് വേണ്ടി ഇതുവരെ അവൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവന് നിന്നോടുള്ള ആത്മാർത്ഥതയുടെ പകുതിയെങ്കിലും നിനക്ക് അവനോടുണ്ടോ? ഏതായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ തീരുമാനം. മറ്റന്നാൾ സൺഡേ അല്ലേ, അന്ന് പോയി വരാം. വസു യാതൊന്നും പ്രതികരിച്ചില്ല. മുറിയിലേക്ക് ചെന്നു കട്ടിലിൽ അമർന്നിരുന്നു. മനസ്സിനൊപ്പം ശരീരവും മരവിച്ചതായി തോന്നി അവന്. അത്രയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ലെന്ന പോലെ പിന്നിലേക്ക് മലർന്നു കിടന്നു. ഇരു ചെന്നിയിലൂടെയും കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അപ്പോഴും മനസ്സിൽ ചന്ദനയുടെ മുഖം മാത്രം നിറഞ്ഞു നിന്നു. വാസുവിനെ രാധിക ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നി. നാളെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. രാധിക വിളിച്ചിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ പെണ്ണുകാളെ തന്നെയായിട്ട് നടത്താം അല്ലേ? നീ എന്തു പറയുന്നു? രാത്രി അത്താൻ കഴിക്കാൻ വന്നിരുന്ന സണ്ണിയെ തെരേസ കാര്യം അറിയിച്ചു. വസു സമ്മതിച്ചോ? സണ്ണി അവിശ്വസനയോടെ തിരക്കി. അല്ലെങ്കിൽ പിന്നെ അവൻ വരുമോ? ഇനി അഥവാ സമ്മതമൊന്നും അല്ലെങ്കിലും നാളത്തോടെ എങ്ങനെയും കാര്യങ്ങൾക്ക് ഒരു അവസാന തീരുമാനം ഉണ്ടാക്കണം. അത് നിന്റെ ജോലിയാ. നീ അവനോട് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ എല്ലാം. തെരേസ ഭക്ഷണം വിളമ്പി അവന് വെള്ളവും പകർന്നു നൽകി. സാന്ദ്രയോടെ കഴിച്ചോ? അപ്പച്ചനോ? രണ്ടുപേരും നല്ല സന്തോഷത്തിലാ. സാന്ദ്ര നേരത്തെ കഴിച്ച് പഠിക്കാണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. അപ്പച്ചനിപ്പോൾ കൊടുത്തു വന്നേയുള്ളൂ. തെരേസ പിന്നെയും മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും സണ്ണിയുടെ ശ്രദ്ധ അതിലൊന്നും ഉറച്ചില്ല. ഇതുവരെ സാന്ദ്രയുടെ വിഷയം താൻ വസുവിനോട് സംസാരിച്ചിട്ടില്ല. നാളെ ഇക്കാര്യത്തിൽ വസുവിനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ആലോചനയിലായിരുന്നു സണ്ണി. അപ്പോൾ
സാന്ദ്ര എന്താ ഇതിൽ നിന്ന് പിന്മാറാത്തത്? ഞാൻ അറിഞ്ഞ് ഏറെ വൈകിയ, പക്ഷെ അപ്പൊ തന്നെ ഞാൻ നിന്നെ തിരുത്തിയതാ. എന്നിട്ട് എന്തിനാണ് കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ച്? ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. അതെന്താണ് ആരും മനസ്സിലാക്കാത്തത്? ബാൽക്കണിയിലെ കൈവരിൽ കൈകളൂന്നി വസു ദൂരേക്ക് നോക്കി നിന്നു. സമയം അപ്പോൾ വൈകുന്നേരമായിരുന്നു. തഴുകിയാകുന്ന കാറ്റിന് പോലും തന്റെ മനസ്സിനെ തണുപ്പിക്കാനാവുന്നില്ലെന്ന് അവന് തോന്നി. അതുതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? ഇപ്പൊ പറയാൻ ദേവേട്ടന് മറ്റു കാരണങ്ങളൊന്നുമില്ലല്ലോ. ദേവല്ല, വസു. വസു അസഹിഷ്ണുതയോടെ കൈവിരൽ കൊണ്ട് നെറ്റിയൊഴിഞ്ഞു. ദേവേട്ടാന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് അങ്ങനെ വിളിക്കാനാ ഇഷ്ടം. സാന്ദ്ര അത്യധികം സ്നേഹത്തോടെ പ്രണയത്തോടെ പറഞ്ഞു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ സാന്ദ്ര, എന്റെ സ്വൈരം കളയാനായിട്ട്. പെട്ടെന്നാണ് വസുവിന്റെ ശബ്ദം ഉയർന്നു. സാന്ദ്ര അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്ന നിൽപ്പിലൊന്ന് വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ മാത്രമാണ് ഒരു വേള തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന വസു തിരിച്ചറിയുന്നത്. ദേഷ്യം ഒതുക്കാനെന്നവൾ കൈവിരകൾ ഞെരിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ മുന്നിൽ കണ്ട സണ്ണിയെ. സണ്ണി, ഞാൻ ഇതുവരെ നിന്നോട് ഇതേക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കാത്തത് നമുക്കിടയിൽ ഇങ്ങനെ ടോക്കിംഗ് ട്രബിൾ ഉണ്ടാവുന്ന കരുതിയാ. അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുന്ന ഓർത്തിട്ടാ. പക്ഷെ ഇപ്പോഴെങ്കിലും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. സണ്ണി സങ്കോചത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയത്. അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നാൽ എന്നെ എതിർക്കാൻ എൻ്റെ പക്കൽ ഇപ്പോൾ ന്യായങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ല. 27-ന് ചന്ദനയുടെ വിവാഹം. ഇനി 4 ദിവസങ്ങൾ കൂടി. കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്ന് കാറ്റിനൊപ്പം ചിതറിപ്പോയി. എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ചന്ദന മാഞ്ഞു പോയില്ല. ചന്ദനയുടെ സ്ഥാനത്ത് മറ്റൊരാളെയും കാണാനും ആവില്ല. അവളെപ്പോലെ മറ്റാരുമില്ല എനിക്ക്. കണ്ണുകൾ അനുസരണക്കേട് കാണിക്കുമെന്ന് ഉറപ്പായതും വസു സണ്ണിക്ക് മുഖം നൽകാതെ പുറംതിരിഞ്ഞ് നിന്നു. സാന്ദ്ര, നീ താഴേക്ക് പോയിക്കോ, ഞങ്ങൾ വന്നേക്കാന്ന് പറ. സണ്ണി സാന്ദ്രയെ പറഞ്ഞയച്ചു. പോവാൻ താല്പര്യമില്ലെന്നാലും ചന്ദനയുള്ള വസുവിന്റെ പ്രണയം വീണ്ടും വീണ്ടും കേൾക്കാനോ മനസ്സിനെ മുറിപ്പെടുത്താനോ വയ്യാത്തതുകൊണ്ട് സാന്ദ്ര പിൻവാങ്ങി. സാന്ദ്രയെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. പക്ഷേ അവളെ പിന്തിരിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ എത്രയോ ശ്രമിച്ചതാണ് ഇതിന്. ദേഷ്യത്തോടെ അവളെ സമീപിക്കാൻ എനിക്ക് ഭയ. ഒരു വട്ടം വാശിപ്പുറത്ത് ചെയ്തു കൂട്ടി എന്താണെന്ന് എനിക്കറിയാലോ. ഇനി അവളത് ആവർത്തിച്ചേക്കാം. കണ്ണുനെറ്റാ കൂട്ടിരിക്കാനാവും എനിക്ക്. സെലിനെ നഷ്ടമായി. ഇനി ഈ നഷ്ടം കൂടി ഞാൻ താങ്ങില്ല വസു. സാന്ദ്ര അല്പം ചടഞ്ഞുകൂടിയതിൻ്റെ ഫലമാണ് അപ്പച്ചൻ്റെ ഈ കടപ്പ് പോലും. അപ്പോൾ അവൾക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ? എനിക്ക് ഒരേ സമയം എല്ലാവരും നഷ്ടപ്പെട്ടേക്കും. ആ ഭയം എനിക്കിപ്പോൾ. സണ്ണി പറഞ്ഞു നിർത്തി. വസു മിഴികൾ ഇറുക്കി അടച്ചു. മനസ്സ് വല്ലാത്ത സംഘർഷത്തിലായിരുന്നു. താൻ വലിയൊരു ബന്ധനത്തിൽ പെട്ടിയിടയ്ക്കാണെന്ന് തോന്നി വസുവിന്. സണ്ണിയാണ് മുന്നിൽ നിൽക്കുന്നത്. അവനാണ് ദുഃഖങ്ങളും ആധികളും എണ്ണിപ്പറയുന്നത്. അത് കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നടിക്കാനാവില്ല. അതുപോലെ തന്നെ ഇതൊരിക്കലും അംഗീകരിക്കാനും. ഇനി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. എത്രയോ ദിവസങ്ങളായി ഞാൻ സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഈ വീടിപ്പോൾ മരണ വീടിന് തുല്യ. ശരണ് നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് അറിയായിരുന്നെങ്കിലും ഞാൻ അവനെ വിലക്കിയിരുന്നു, നിന്നോട് പറയുന്നില്ലെന്നും. പക്ഷേ ഇപ്പോഴെനിക്ക് ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. കൈപ്പിടിയിൽ നിന്നും മണൽത്തരികൾ ഊർന്നു പോകുന്ന പോലെ എനിക്കെൻ്റെ കുടുംബം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുക. സണ്ണിയുടെ സ്വരം വളരെ ദുർബലമായത് വസു തിരിച്ചറിഞ്ഞു. മുമ്പൊരിക്കൽ സണ്ണി തളർന്നിരുന്നു സെലിന്റെ മരണശേഷം. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെയൊന്ന് പഴയ നിലയിലായത്. വീണ്ടും അതേ തളച്ച സണ്ണിൽ കണ്ടു വസു ആ നിമിഷത്തിൽ. വീണ്ടും അവൻ അതേപടി അയക്കുമെന്നൊരു ഭയം വസുവിനെ പിടികൂടി. എന്നാൽ പോലും അനുകൂലമായൊരു മറുപടി നൽകാൻ വസു മുതിർന്നില്ല. അങ്ങനെയൊന്ന് ചെയ്താൽ അത് താൻ തന്നെ മനസ്സിനെ തന്നെ വഞ്ചിക്കായിരിക്കുമെന്ന് വസുവിന് അറിയാമായിരുന്നു. വസു ഒഴികെ ബാക്കി എല്ലാവരും കാര്യങ്ങൾ ഏകദേശം തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയായിരുന്നു. ചന്ദനയുടെ വിവാഹമാണെന്നതിനാൽ വിശ്വനാഥനും പ്രത്യേകിച്ച് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അല്ലെങ്കിൽ രാധിക ഭയപ്പെടുന്ന പോലെ വസുവിന് ഇനിയൊരു വിവാഹമോ ജീവിതമോ ഉണ്ടാവില്ലേ എന്ന് അയാളും ചിന്തിച്ച് തുടങ്ങിയിരുന്നു. വസു, നീ മാത്രമാണ് ഒന്നിലും പെടാൻ മാറി നിൽക്കുന്നത്. കല്യാൺ ഡേറ്റ് വരെ എത്തി കാര്യങ്ങൾ. നീ ഒന്നിലും ഇൻവോൾവ് ചെയ്യുന്നില്ലെന്ന വിഷമത്തിലാണ് രാധിക ആൻറ്റി. കണ്ണുകൾ കുറുകെ കൈകൾ പിടിച്ചെടുക്കുന്ന വസുവിനരികിലേക്ക് വന്നിരുന്നു ശരൺ. അതിന് എൻ്റെ സമ്മതാനങ്ങളും തിരക്കിയോ? ഞാൻ ആർക്കും എൻ്റെ കല്യാണത്തിന് സമ്മതം നൽകിയിട്ടില്ല. അപ്പോൾ ഇനി എന്താ നിന്റെ തീരുമാനം? എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. ചന്ദ്രനെ മറക്കാൻ കഴിയില്ല. സാന്ദ്രയെ വിവാഹം ചെയ്യാനും. പക്ഷേ ഇനി നിനക്ക് അതല്ലാതെ മറ്റൊരു വഴിയില്ല വസു. നീ എന്നെ ഇതിൽ അടിച്ചമർത്തുകയാണോ? ഒരിക്കലുമല്ല. പക്ഷേ ചന്ദനയുടെ കല്യാണം കഴിഞ്ഞേക്ക് 4 ദിവസങ്ങളാവുന്നു. ആ അവളെ ഓർത്താണോ നീ ഈ കിടപ്പ് കിടക്കുന്നത്? മറ്റൊരാളുടെ ഭാര്യയായിട്ട് കഴിയുന്ന പെണ്ണിനെയാണോ നീ ഇപ്പോഴിനി ഓർക്കാൻ പോകുന്നത്? അവൾക്കുള്ള തടസ്സം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒന്ന് നിന്നെ അറിയിക്കായിരുന്നു. അവൾക്ക് ഇങ്ങനെ വിഡ്ഢിയാക്കേണ്ടിയിരുന്നില്ല. ഒരു ഫോൺ കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ശ്രമിച്ചാൽ നിന്നെ കഴിയായിരുന്നില്ല അവൾക്ക്. ചന്ദ്രൻ മുന്നേ കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവളൊന്ന് നിനക്കൊപ്പം വരുമായിരുന്നു. അതുപോലും ഡ്രാമയാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ. ചിഞ്ചുവിൻ്റെ ഒഴിഞ്ഞു മാറ്റം എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു. ചന്ദ്രൻ്റെ വിഷയത്തിൽ നിന്നെ ഫേസ് ചെയ്യാനുള്ള മടിയാ ചിഞ്ചുവിനുള്ളത്. ചന്ദ്രൻ നിന്നെ മറന്നു തുടങ്ങിയെന്ന് നിന്നോട് പറയുക ചിഞ്ചുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവളിലൂടെയാണ് നിന്റെയും ചന്ദ്രനുടെയും പ്രണയം തുടങ്ങിയത്. ഏയ്, ചന്ദ്രൻ എന്നെ മറന്നെന്ന് ഞാൻ വിശ്വസിക്കില്ല ശരൺ. അതിനൊരിക്കലും അവൾക്ക് ആവില്ല. വസുവിൻ്റെ കണ്ണുകൾ നേറിപ്പോഞ്ഞു. ഉൾക്കൊള്ളാനാവാത്ത പോലെ തല വെട്ടിച്ചുകൊണ്ടിരുന്നു. അത് നിന്റെ വിശ്വാസമാണ് വസു. ചിലപ്പോൾ അവൾക്ക് മറക്കാനാവില്ലായിരിക്കാം. പക്ഷേ അവൾക്ക് നിന്നെ മറന്നേ പറ്റുകയുള്ളൂ. അവളുടെ സാഹചര്യം അതാണിപ്പോൾ. അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു.
ഇനി നീ അവളെ വിശ്വസിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അവൾ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ. അത്യധികം വേദനയോടെയാണ് ശരൺ പറഞ്ഞത്. ഇന്നേ വരെ രാധികാന്റി നിന്നോട് നിർബന്ധബുദ്ധി കാണിച്ചിട്ടില്ല, ഒരു കാര്യത്തിന് പോലും. എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ടുതന്നിരുന്നു, ചന്ദനയുടെ വിഷയം ഉൾപ്പെടെ. അവിടെ പക്ഷേ സാഹചര്യങ്ങൾ നിനക്കെതിരായിട്ട് വന്നു. ചന്ദന ഇപ്പോഴും നിന്നെ കാത്തിരിക്കുകയാണെന്നാൽ ഉറപ്പായി ഞാൻ ഈ കല്യാണം വിലക്കിയാനേ. അങ്കിൽ നീ ആന്റി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ലായിരുന്നു. സാന്ദ്ര എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തുണ്ടടാ പറയാൻ? ഏത് വിധനെ നോക്കിയാലും ചന്ദനയെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അച്ഛനെ എതിർക്കാൻ കഴിയില്ലെന്നാണെങ്കിൽ അവൾ നിന്നെ സ്നേഹിക്കാൻ നിൽക്കരുതായിരുന്നു. ഒടുക്കി ഇത്രയും വേദന സമ്മാനിച്ച് കടന്നു കളയണമായിരുന്നു. നീ ഒന്ന് സമാധാനത്തോടെ ചിന്തിച്ച് നോക്ക്. അങ്കിളും ആന്റിയും മാത്രമല്ല നിനക്ക് മുമ്പിൽ, സണ്ണി കൂടിയാ. അവൻ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അവന്റെ അവസ്ഥ വളരെ പരിതാപകര. സാന്ദ്രയുടെ കാര്യത്തിൽ ആദ്യമേ അവൻ എതിർത്തെന്നും പറഞ്ഞ് ഇത്രയും ദിവസങ്ങൾ തെരേസാനി ഫെർണാണ്ടസെങ്കിലും അവനോട് സംസാരം പോലും ഇല്ലായിരുന്നു. വല്ലാതെ അവഗണിച്ചിരുന്ന അവനും തളർന്നു പോയില്ലേ? അപ്പോ ശരണി രണ്ടുപേരും ഒരുപോലെയായിരുന്നു. താൻ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നോ ഏതാണ് ശരിയെന്നോ അവന് വ്യക്തമല്ലായിരുന്നു. മനസ്സ് നിറയെ നോവ് മാത്രമാണ്. എന്ത് വേണേലും ആയിക്കോ, എന്താണെങ്കിലും ഞാൻ തയ്യാറെന്ന് പറഞ്ഞേക്ക അമ്മയോട്. ഞാൻ കാരണം ആർക്കും വേദനയോ നഷ്ടങ്ങളോ ഉണ്ടാവേണ്ട. അന്തിമമായി പറഞ്ഞ് ശരണിന് മുഖം നൽകാതെ വസു എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി. ആ നെഞ്ച് പൊള്ളുകയാണെന്നും അവനിത് അംഗീകരിക്കാൻ വളരെയേറെ പ്രയാസമാണെന്നതും ശരണിന് അറിയാമായിരുന്നു. എങ്കിലും ഒന്നിനുമല്ലാത്തൊരു കാത്തിരിപ്പും വേദനയും അവന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയേക്കുമോ എന്നൊരു തോന്നൽ ഇതിങ്ങനെ ആവട്ടെ എന്ന് ശരൺ സമാധാനിക്കാൻ ശ്രമിച്ചു. പ്രസന്റ് ശരൺ വന്നിരുന്നു. കൊച്ചിയിലെ ഹോസ്പിറ്റലായിരുന്ന എബ്രഹാം അപ്പോൾ വൈകുന്നേരം ചിഞ്ചു വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അയാൾ. ശരണിനെ കണ്ടിരുന്ന വിവരം എബ്രഹാമിനോട് അവൾ പറഞ്ഞിരുന്നു. ശരൺ ചന്ദനയെ കാണാൻ പോകുമെന്ന് ഊഹിച്ചിരുന്നു. ശരണിനെ പോലെ ആകാൻ ശരണിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നോർത്തവൾ. നീ എന്തോന്നും മിണ്ടാത്ത്? അവളുടെ നിശബ്ദത കണ്ട് എബ്രഹാം തിരക്കി. ഒന്നുമില്ല, ഞാൻ മറ്റെന്തോ ഓർക്കുകയായിരുന്നു. ചന്തു, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ പാപ്പ? ശരണിനെ തിരിച്ചറിഞ്ഞവള്? എങ്ങനെയായിരുന്നു അവളുടെ പെരുമാറ്റം? ശരൺ മാത്രമല്ല, സണ്ണി ഉണ്ടായിരുന്നു കൂടെ, എബ്രഹാം പറഞ്ഞു. ചിഞ്ചുവിന് അത് അവിശ്വസനീയമായി തോന്നി. കേട്ടതിലുള്ള അപാകതയാണെന്ന് പോലും. സണ്ണിയോ? അതെ, അവൻ ഡൽഹിയിലാ. ഇപ്പൊ 2 ദിവസം മുമ്പ് നാട്ടിലേക്ക് വന്നത്. ചിഞ്ചുവിന് വീണ്ടും നിശബ്ദത പിടികൂടി. എന്തിനോ വേണ്ടി ഹൃദയമൊന്ന് തേങ്ങി, കണ്ണുകൾ നിറഞ്ഞു. അതിനോ അപ്പുറം ദേഷ്യവും തോന്നി. തിരികെയുള്ള യാത്രയിൽ സണ്ണി യഥാർത്ഥത്തിൽ വെന്തുരുകയായിരുന്നു. താൻ ഈ നിമിഷം മരണം വരിച്ചെങ്കിലെന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. അത്രമേൽ ചന്ദനയുടെ മുഖം സണ്ണിയെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പഴയ ചന്ദനയുടെ നിഴൽ പോലൊരു രൂപം. അതിനേക്കാളേറെ സണ്ണിയെ നീട്ടിയത് ആ മനസ്സ് പോലും അവൾക്കിന്ന് നഷ്ടമായിരിക്കുന്നു എന്നതാണ്. ദേവേട്ടനാണോ അത്? ദേവേട്ടൻ വന്നോ? ഇനി വരില്ലേ? എന്റേതല്ലേ? പറ, എന്റേത് മാത്രമല്ലേ? അല്പം മുന്നേയുള്ള ചന്ദനയുടെ ചോദ്യവും കരച്ചിലും ഇപ്പോഴും കാതുകളിൽ തങ്ങി നിൽക്കുന്നു. തന്നെയും ശരണിനെയും കണ്ടപ്പോൾ ഏറെ നേരം സൂക്ഷിച്ചു നോക്കുകയും പിന്നീട് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുകയും അലമുറയിട്ട് കരയുകയുമാണ് ചെയ്ത്. ഒരു ഭ്രാന്തിയുടെ സകല ഭാവങ്ങളോടും കൂടി നിലത്തേക്ക് വീഴുന്നു. തല തറയിലിടിച്ച് അവൾ സ്വയം വേദനിപ്പിക്കുന്നതും കണ്ടു നിൽക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ. ആ സമയം അത്രയും ദേവേട്ടനെന്നൊന്ന് മാത്രമേ ചന്ദനിൽ നിന്നും കേട്ടുള്ളൂ. അത്രമേൽ വസുവിൽ അധിഷ്ഠിതമായ മനസ്സിനെയാണ് താൻ കൊന്നുകളഞ്ഞത്. ആ നിഷ്കളങ്കവും സത്യമായവളുടെ പ്രണയത്തെയാണ് താൻ പിടിച്ചെടുത്ത് സാന്ദ്രയ്ക്ക് നൽകിയത്. എന്തിന്റെ പേരിലായാലും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ജന്മമെന്നല്ല, വരുന്ന ഏതേത് ജന്മങ്ങളിലും താൻ ഈ പാപത്തിൽ നിന്ന് മുക്തനാവാൻ പോകുന്നില്ല. ശരൺ ചന്ദനയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും തഴുകുന്നതും ചേർത്ത് പിടിച്ച് ആശ്വാസം നൽകുന്നു മാറി നിന്ന് കണ്ടതേയുള്ളൂ. ആ അരികിൽ ചെല്ലാനോ ഇനിയൊന്നുമൊന്നും സംസാരിക്കാനോ താൻ അർഹനില്ലെന്ന് ഉറപ്പുണ്ട്. അല്ലെങ്കിലും ഇനിയെന്ത് ആശ്വാസവാക്കാണ് തനിക്ക് പറയാനുള്ളത്? അവളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, അവളെ തന്നെയാണ് താൻ ഇല്ലാതാക്കി കളഞ്ഞത്. സണ്ണി, കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശരൺ വിളിച്ചു. സണ്ണി കണ്ണുമുഖവും അമർത്തി തുടച്ചു. നീ എന്നാ മടങ്ങുന്നു? ശരൺ ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല. തെരേസാൻറ്റിക്ക് അറിയോ നീ വന്ന്? ഇല്ല, ഞാൻ പോയില്ല. എന്തിനാ തനിച്ചാ വീട്ടിൽ നിൽക്കുന്നത്? തറവാട്ടിൽ പോയിരുന്നില്ലേ? ശരൺ തിരക്കി. സണ്ണി അതിന് മറുപടി നൽകിയില്ല. നിന്റെ മാനസികാവസ്ഥ എനിക്ക് വ്യക്തമാവും. പക്ഷേ ഇനി പശ്ചാത്തപിക്കാനുള്ള മറ്റൊന്നിനും കഴിയില്ല. ഒന്നും പഴയതുപോലെ ആവില്ല സണ്ണി. തിരുത്താൻ പോലും കഴിയുന്ന ഒന്നല്ല. കാലം ഒരുപാട് ദൂരേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. എല്ലാവരുടെയും അവസ്ഥയും മാറി മറിഞ്ഞിരിക്കുന്നു. ശരണും ദീർഘമായി നിശ്വസിച്ചു. ചന്ദന, ഒരിക്കലും അവൾ ഇങ്ങനൊരവസ്ഥയിൽ. സണ്ണിയുടെ തൊണ്ടക്കുഴിയോളം വന്നു നിന്ന് ഗദ്ഗതം. ശരി, ചന്ദനയുടെ വിഷയത്തിൽ നിനക്ക് അങ്ങനെയെങ്കിലും പറയാം. പക്ഷേ ചിഞ്ചു ഇന്ന് ഏതവസ്ഥയിലുണ്ടാവും നീ ഓർത്തിരുന്നോ? നിന്നോട് ഇനി ഒരിക്കലും ഇതേപറ്റി ചോദിക്കേണ്ടത് കരുതിയാണ്. ചന്ദനെ നീ സാന്ദ്രയ്ക്ക് വേണ്ടി തഴഞ്ഞു. ചിഞ്ചുവിനെയോ? എന്തുകൊണ്ടാണടാ ഒരു വട്ടം പോലും അവിടെ നിന്ന് അറിയാതെ പോയത് നീ? സണ്ണിക്ക് അതിന് മറുപടിയില്ലായിരുന്നു. മുഖം കുനിച്ചിരുന്ന അവൻ. ഇന്ന് പ്രാസാറ് നിന്നോട് എന്തെങ്കിലും വിരോധം കാണിച്ചോ? വേണമെങ്കിൽ ആവായിരുന്നു. ഒരേ സമയം നീ കാരണം തകർന്ന് 2 പെൺകുട്ടികളാ. സ്വന്തം മകൾക്ക് നീ അത്രമാത്രം വേദനകൾ നൽകിയിട്ടും സാറ് നിന്നെ വെറുത്തിട്ടില്ല. നീ തന്നെ ഇന്നും ആ കണ്ണുകളിൽ നിന്നുള്ള സ്നേഹം ഞാൻ കണ്ടിട്ടുള്ളൂ.
നീ തന്നെ എന്നോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് സാറ് നിനക്ക് ദൈവതുല്യനാണെന്ന്. സാറില്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും നീ നിലയിൽ ഉണ്ടാവുമായിരുന്നില്ലെന്ന്. ശരണിന്റെ സ്വരം ഒരു വേള വിറച്ചുപോയി. സത്യമാണ്, മനസ്സ് കൈവിട്ടുപോയ നേരത്ത് ദൈവദൂതനെ പോലെ ചേർത്ത് പിടിച്ചവും മനോബലം നൽകിയതും ഉയർച്ചയിലേക്ക് നയിച്ചവും സാറാണ്. ദൈവത്തോളം താൻ കടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ. അത്രയേറെ സ്നേഹവും ബഹുമാനമായിരുന്നു തനിക്ക് അദ്ദേഹത്തോട്. പക്ഷെ ഒരിക്കലും അതിൻ്റെ ഒരു അംശം പോലും ചിഞ്ചുവിനോട് തോന്നിയിട്ടില്ല, അനിഷ്ടമല്ലാതെ മറ്റൊന്നും. അതെന്തുകൊണ്ടായിരുന്നു? ശരണിന് അവളോടുള്ള പ്രണയം എത്രമാത്രം തീവ്രമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ടോ? അതുമാത്രമായിരുന്നോ കാരണം? പേരറിയാത്ത, വീടറിയാത്ത, ഏതും അറിയാത്ത, മുഖം പോലും വ്യക്തമല്ലാത്തൊരുവൾ എത്രയോ മുമ്പേ തന്നെ ഹൃദയത്തിൽ കുടിയേറിയതുകൊണ്ടായിരുന്നില്ലേ ഇന്ന് അവളെവിടെ? അതുപോലും തനിക്കറിയില്ല, അന്വേഷിച്ചിട്ടില്ല. എല്ലാ അർത്ഥത്തിലും താൻ പരാജിതനാണെന്ന തോന്നൽ സണ്ണിയിൽ ഒന്നുകൂടെ ഉറച്ചു. ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് കിടന്നിട്ടും ചിഞ്ചുവിന് ഉറങ്ങാൻ സാധിച്ചില്ല. എബ്രഹാം വിളിച്ചപ്പോൾ പറഞ്ഞാൽ തന്നെയായിരുന്നു മനസ്സ് അപ്പോഴും. ശരണിനൊപ്പം സണ്ണി ഉണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല. പപ്പയും അത് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പറഞ്ഞു. എന്തിനായിരിക്കും ഇപ്പോൾ നാട്ടിൽ വന്ന്? ശരൺ വിളിച്ചു വരുത്തിയതായിരിക്കുമോ? വർഷങ്ങൾക്കിപ്പുറം ശരണിനോട് തുറന്ന് സംസാരിച്ച് അന്നേ ആയിരുന്നുവെങ്കിൽ എല്ലാം എത്ര മനോഹരമാവുമായിരുന്നു. സണ്ണിയെ കുറ്റപ്പെടുത്താനും വെറുക്കാനും തനിക്ക് എന്ത് അർഹതയുണ്ട്? അതേ അളവിൽ താനും തെറ്റിയതിരിക്കുന്നു. എന്തെങ്കിലും ചന്തു പുറത്തു തന്നിരുന്നെങ്കിൽ. വിട പറഞ്ഞു പോകുന്നതിന് മുന്നേ ചന്തു ജീവിതത്തിലേക്ക് കരകയറുന്നു, സന്തോഷമായിരിക്കുന്നു കാണണം. അതുമാത്രമാണ് ഇപ്പോൾ തൻ്റെ ദൗത്യം. അതിനുവേണ്ടിയാണ് പപ്പയെ പോലും ഒന്ന് അറിയിക്കാതെ. കണ്ണുകളിൽ ഊറിയ നനവിനെ തുടച്ചു മാറ്റിയവൾ ഷെൽഫ് തുറന്നൊരു ഹോസ്പിറ്റൽ ഫയൽ കയ്യിലെടുത്തു. അതിലേക്ക് മിഴികൾ കേന്ദ്രീകരിക്കും തോറും വല്ലാത്തൊരു പ്രാണവേദന അവളെ പിടികൂടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.